ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ തൊഴുത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ കുഞ്ഞിക്കിടാവിനെ കണ്ടോ? ഇന്ന് രാവിലെ ഉണ്ടായതേ ഉള്ളൂ. പാലൊക്കെ കുടിച്ച് എണീറ്റൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പാലൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞിങ്ങനെ കിടക്കുവാണ്. തന്നെ എഴുന്നേക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേറെ പശുക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ കയറിയിട്ടിട്ട് അതിനെ സൈഡിൽ കെട്ടി വെച്ചേക്കും കേട്ടോ. അല്ലെങ്കിൽ അത് എണീറ്റ് നടക്കുമ്പം പശുവിൻ്റെയോ എരുമയുടെയൊക്കെ തൊഴി കിട്ടെങ്കിലോ എന്ന് ഓർത്തിട്ട് അതിന് കുഞ്ഞ് കയറിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ലൊരു പശുവിനെയും കൂടെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. പശു അതിന് ചെനയാണ്, ആദ്യത്തെ പ്രസവമാണ്. അതിന് 8 മാസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ, പ്രസവിച്ചിട്ടില്ല. അപ്പോൾ അതിനെയും കൊണ്ടുവന്ന് വണ്ടിക്ക് പയ്യനെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ അതിനെയും കൂട്ടിലേക്ക് കെട്ടി. പിന്നെ നമ്മൾ ഇന്നലെ കുറച്ച് കോഴീനെയൊക്കെ താറാവിനെയൊക്കെ മേടിച്ചിട്ടില്ലായിരുന്നു, ഒരു ദിവസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് മുമ്പുള്ളൊരു പൂവൻകോഴി ഉണ്ടായിരുന്നു ഇവിടെ. ആ പൂവൻകോഴി എല്ലാ കുഞ്ഞുങ്ങളെയും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിന് ഞാൻ വിചാരിച്ചു അതെല്ലാത്തിനെയും കൊത്തുമൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ ഒന്നും ചെയ്തില്ല. താറാൻ കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കയറിയിട്ടേ അത് കൂട്ടി കയറുള്ളൂ. ഇന്നലെ അതങ്ങനെ ശീലിച്ചു, ഇന്നും അത് തന്നെ ചെയ്യുക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടി ഒരു വലിയ പൂവൻകോഴി ഉള്ളത് കൊണ്ട് ഒരു എന്നാ പറയണ്ടേ, ഈ പ്രാവൊക്കെ വന്നു കഴിയുമ്പോൾ അത് ഓടിച്ചോളും. ഇച്ചിരി വലുതായല്ലോ. ഈ താറാൻകുഞ്ഞിൻ്റെ കളി കണ്ടില്ലേ? ഇത് കാണാൻ നല്ല രസമാണ്. ഇനി നാളെ ഇതിൻ്റെ കളികൾ വെള്ളത്തിലൊക്കെ കുളിച്ച് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൂവൻകോഴിയും താറാൻ കുഞ്ഞുങ്ങളും കുഞ്ഞു കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം കൂടി ഒരു കൂട്ടിൽ ഒരുമിച്ച് കിടന്നോളും. അങ്ങനെ ഞാൻ ഇതിനകത്ത് ബേസിനകത്ത് വെള്ളം വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്തു. കുഴിയൊന്നും കുത്തിയിട്ടില്ല. അതിനകത്ത് തന്നെ വലിയൊരു ബേസിൻ സൈഡ് വെച്ചിട്ടുണ്ട്. പകലും അതുങ്ങൾ അതിനകത്ത് ഇറങ്ങി കുളിച്ചോളും. വൈകുന്നേരം ആയപ്പോൾ അഴിച്ചു വിട്ടെ. രാവിലെ പകലെല്ലാം ഞാൻ അതിനകത്ത് തന്നെ ഇടുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.